കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവർ BJPയോട് അടുക്കുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനൊരു ചോദ്യം ഏറെ നാളായിട്ട് നിൽക്കുന്നുണ്ട്. അവരങ്ങനെ അടുക്കുന്ന സമയത്ത് കേരളത്തിലെ മറ്റ് രണ്ട് പ്രബലരായ മുന്നണികളെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, 2024 തെരഞ്ഞെടുപ്പിന് വളരെ മുന്നേ തന്നെ കണ്ണൂരിലെ ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം. ഇത് LDFനെയും UDFനെയും ഒരുപോലെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വിജയം ക്രൈസ്തവ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ക്രൈസ്തവ വിഭാഗവുമായിട്ട് സുരേഷ് ഗോപി എത്രത്തോളം ബന്ധം സ്ഥാപിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും മാതൃകയാക്കണം എന്നാണ് BJPയുടെ ഉന്നത നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമോ അതല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമോ ആണോ എന്നറിയില്ല, ബിഷപ്പുമാരുമായിട്ട് അരമനയുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുന്നതിൽ BJP വലിയ വളർച്ച ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഇരു മുന്നണികളെ കൊണ്ടും വളരെ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ആവശ്യങ്ങൾ മാത്രം കാണുന്നവരായി തീരുന്നു കേരളത്തിലെ മുന്നണികളെന്നാണ് പറയുന്നത്. ഇത് ക്രൈസ്തവരെ ഏറെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. ക്രൈസ്തവ വിഭാഗം കോൺഗ്രസിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. കോൺഗ്രസിലേക്കാണ് വോട്ടുകൾ അത്രയും പോയിട്ടുള്ളതുമൊക്കെ. എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് ക്രൈസ്തവ വിഭാഗം അകന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് അപ്രമാദിത്വം, അവരോടുള്ള പ്രീണനം, ഇതൊക്കെ തന്നെ ആയിരുന്നു കാരണം. ആദ്യകാലങ്ങളിലൊക്കെ ഈ ഇടതുപക്ഷക്കാര് ബിഷപ്പ് ഹൗസിലോ രൂപതയിലോ ഒന്നും തന്നെ പോകാറില്ല. അന്ന് കോൺഗ്രസ്സുകാർ പോകുന്ന അവസരത്തിൽ MA ബേബിയൊക്കെ പരിഹസിച്ചിട്ടുള്ളത്, ഓരോ രൂപതകളിലും കയറി ഇറങ്ങുകയാണ് രൂപത എന്ന് ചോദിച്ചുകൊണ്ടെന്നാണ് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളത്. അതേ CPMകാർ തന്നെ പിന്നീട് ബിഷപ്പുമാരുടെ കൈമുത്താനും കാല് കഴുകി കുടിക്കാനും വരെ തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? 2 വോട്ടിന് വേണ്ടിയും 4 സീറ്റിന് വേണ്ടിയുമാണ്. 2 വോട്ടിന് വേണ്ടിയും 4 സീറ്റിന് വേണ്ടിയും നിലപാടിൽ മാറ്റം വരുത്താത്ത പാർട്ടി എന്നൊക്കെയാണല്ലോ ചിലരൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, സ്വയം വിശേഷണം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ വർഗീയ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം തീർച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്, ന്യൂനപക്ഷ സമുദായങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കണം. BJPയിൽ തന്നെ നിരവധി ക്രൈസ്തവ മുഖങ്ങളുണ്ട്. 2024 മോദി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു മന്ത്രി വരുന്നു, ജോർജ് കുര്യൻ. ഇത് ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഫലം ഒരു ചെറുതല്ല എന്നുള്ളതാണ്. ജോർജ് കുര്യൻ BJP ആയത് തന്നെ വളരെ കാലത്തിന് മുമ്പ് തന്നെയാണ്. അന്ന് BJP എന്ന് കേട്ടുകഴിഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരു കാലത്താ പോലും ജോർജ് കുര്യൻ അതിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ 24 ജോർജ് കുര്യന്റെ മന്ത്രിപ്രവേശം ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വലിയ ചലനമുണ്ടാക്കി എന്നുള്ളതാണ്. കേരളത്തിൽ ഈ ഛത്തീസ്ഗഡ് വിഷയം വന്നപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ മറ്റു ചിലർ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അതെല്ലാം മാറ്റിക്കുറിക്കുന്നതിന് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ BJPയിലുള്ള ക്രൈസ്തവ മുഖങ്ങളും ഇറങ്ങി പ്രവർത്തിച്ചു. PC ജോർജും ഷോൺ ജോർജും അനിൽ ആന്റണിയും അതുപോലെ തന്നെ അനൂപ് ആന്റണി, ഇവരെല്ലാം തന്നെ ജേക്കബ് തോമസ്, ഇങ്ങനെ ഒരു നീണ്ട നിരയുണ്ട്.
അവർക്ക് വേണ്ടി തന്നെ പ്രത്യേക ക്ലാസുകൾ പോലും BJPക്ക് അകത്ത് നൽകി അവരിലൂടെ ക്രൈസ്തവരെ കൂടുതലായിട്ട് പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം വരെയും നടത്തി എന്നുള്ളതാണ്. ശ്രമം നടത്തി എന്നല്ല, ആ ശ്രമം വിജയിച്ചു കഴിയുകയും ചെയ്തു. ക്രൈസ്തവർ ഒന്നടങ്കം BJPയിലേക്ക് ചായുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി തന്നെ ഇപ്പോൾ കേരളത്തിൽ നാഷണൽ പീപ്പിൾസുമായിട്ട് ലയിച്ചിരിക്കുകയാണ്. അത് സീറോ മലബാർ സഭ വക്താവിന്റെ നേതൃത്വത്തിൽ തന്നെയാണത് നടന്നിരിക്കുന്നത്. ഈ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്ന ഈ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി. കേരളത്തിലെ മലയോര മേഖലകളിലുള്ള ക്രൈസ്തവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ പലപ്പോഴും പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോകുന്നു. കാരണം ഇവരുടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് വന്യമൃഗ ശല്യമാണ്. ജീവൻ പോലും അപകടത്തിലാണ്. കൃഷി ചെയ്യുന്നതിനപ്പുറം ജീവൻ നിലനിർത്തണമല്ലോ ആദ്യം. ആ ജീവൻ പോലും അപകടത്തിലാകുന്നു. 2, അവർക്ക് യാതൊരു തരത്തിലുള്ള കൃഷിയും ചെയ്യാൻ കഴിയാതെയാകുകയും അവസ്ഥയിലേക്ക് മാറുന്നു. ഇപ്പൊ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് മലയോര മേഖലകളിൽ. ക്രൈസ്തവർ മാത്രമല്ല, എല്ലാവരും. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് എടുത്തുയർത്തിയതും PV അൻവർ മാത്രമായിരുന്നു. ആ വിഷയമാണ് പ്രധാനം. ആ സമയത്തൊക്കെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കന്മാർ CPM-ലായാലും കോൺഗ്രസിലുള്ളവരായാലും നടത്തിയത് എന്തായിരുന്നു? അവരൊക്കെ ഗാസയും ട്രംപിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് BJPയിലെ ക്രൈസ്തവ മുഖത്തിന് മനസ്സിലാകുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അത് BJPയോടെ ചേർന്ന് നിന്നാൽ അതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടേതായ ഒരു പാർട്ടി തന്നെ രൂപീകൃതമാവുകയാണ്. അവർ NDA മുന്നണിയിൽ തന്നെ നിൽക്കും. BJP അനുകൂല ക്രിസ്ത്യൻ പാർട്ടിയാണ് വരുന്നത്. NDA മുന്നണിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളെ മുഴുവൻ ചേർത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പാർട്ടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അർഹിക്കുന്ന പ്രാധാന്യം NDA ഇവർക്ക് നൽകും. അതിനോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒക്കെ തന്നെ വോട്ട് പിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു സംഗമം കൂടി നടത്താൻ പോവുകയാണ് കൊച്ചിയില്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, അത് പിണറായി വിജയൻ നടത്തുന്ന വർഗീയ പ്രീണനമാണ്. കാരണം ഗതിയില്ലാതെ നിൽക്കുകയാണ്, അവസാന കച്ചിത്തുരുമ്പിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അത്തരത്തിലൊരു പ്രീണനം കൂടി നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 3ാം വട്ടം അധികാരത്തിൽ വരാനുള്ള ഒരു ശ്രമം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. ഈ അവസരത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവരെ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP അനുകൂല ക്രിസ്ത്യൻ പാർട്ടി തന്നെ നിലവിൽ വരുന്നത്. അതൊരു ചെറിയ ചലനം ഉണ്ടാക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.